ഒരു ഗ്ലാസ് ബിരിയാണി റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം 15 മിനിറ്റ് സമയം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമായാലും മതി, ഒരു ബേ ലീഫ്, 2-3 കറുവപ്പട്ട, ഒരു വലിയ സവോള കട്ട് ചെയ്ത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ഇനി കുറച്ച് കാഷ്യും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലോട്ട് 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ബീൻസും കൂടി ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് സമയം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പൗച്ച് മാഗി മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം ഇതിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന അരി മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു നാരങ്ങ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പുതിനയുടെ ഇലയും കൂടി ഒരു ഫ്ലേവറിന് ചേർത്ത് കൊടുത്ത് 3 വിസിൽ കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ വിസിലിൽ നമ്മൾ കുക്കർ നിർത്തി വെച്ചിട്ട് എടുത്താൽ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്.